നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, അക്ഷയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് രാജേരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവനൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് കേട്ടോ. കണ്ടെയ്നർ റോഡാണ് വരുന്നത്. അപ്പോൾ കണ്ടെയ്നർ റോഡിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്നില്ല, ഈ ഒരു ഭാഗത്താണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. സംഭവം ഫുള്ള് വേസ്റ്റ് ഒക്കെ വന്ന അലമ്പാണ്. നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് അക്ഷയ്. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് എടുത്ത വണ്ടി കേട്ടോ. പിന്നെ എടുത്ത അവിടെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തു. ഇവിടെ റെഡ് കളർ അടിച്ചു, പേരടിച്ചു. പിന്നെ ഇതെന്തോടെ സൈഡ് മിററിൽ മറ്റേ ബാറ്റ്മാൻ്റെ ഒരു ബാറ്റ്മാൻ ക്യാപ്പ് അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. പിന്നെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ടോമാഞ്ചറി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പദ്മിനി വെച്ചിട്ടുണ്ട്, പിന്നെ 2 ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മേഴ്സിഡസ്, ഇതേതാ സാധനം, GT. ഓക്കെ, പിന്നെ ഒരു താറ് ഇരിപ്പുണ്ട്. ഇതെവിടെയെങ്കിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. ഫുള്ള് വണ്ടിയായി, ചെറിയ വണ്ടികളായി. ആളെ ഞാൻ പരിചയപ്പെടുത്തില്ല. ഇതാണ് അക്ഷയ്, രാജേരി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ഇടുക്കിയിലുള്ള ആളാട്ടോ. ജിയോന്റെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ ജിയോനെ ഞാൻ ക്ലിക്ക് ആക്കി എടുത്തു. സോ നെക്സ്റ്റ് അക്ഷയ്. ഞങ്ങൾ ഷോപ്പിലെത്തി കേട്ടോ. സ്പോയിലർ, കുറേ ആക്സസറീസ് ഉണ്ട്. സ്വിഫ്റ്റിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. 750 രൂപ കേട്ടോ ഒരു പീസിന് വരുന്നത്. പിന്നെ ഓൾറെഡി വാങ്ങിയപ്പോഴത്തേക്കും അലൈവീലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് കാലടി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിനി എയർപോർട്ട് റോഡിൽ പോയിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എയർപോർട്ട് റൂട്ടിൽ 1.4 കിലോമീറ്റർ താറോക്സ്. പക്ഷേ അവന്മാർ താറോക്സിൽ ഇനി അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ മിക്കവാറും ബേക്കിലത്തെ ആ സ്ക്വയർ വിൻഡോ ആക്കുമായിരിക്കും. അതായിരുന്നു ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് അല്ലേ. പക്ഷെ രസമുണ്ട് ശരിക്കും കാണാൻ കേട്ടോ. ഈ എയർപോർട്ട് എവിടെയാണോ പ്രോപ്പർ പ്ലേസ് വരുന്നത്? കാലടി തന്നെയല്ലേ, നെടുമ്പാശ്ശേരി. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് അങ്ങോട്ട് തിരിയുന്ന ഭാഗത്തെത്തി കേട്ടോ. എടാ, ഇവിടുത്തെ പെട്രോൾ പമ്പിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? റേറ്റ് കുറവുണ്ടോ? റേറ്റ് കുറവ് വരുന്നല്ലേ. എനിക്ക് തോന്നി ഇവിടെ കമ്പനി ഓൺ ഇതാണ് പമ്പ് തന്നെ വരുന്നത്. പക്ഷെ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയത്തില്ല. ലോകത്തിൽ തന്നെ സോളാർ ഇലക്ട്രിക് വെച്ച് ഫുള്ള് കവർ ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് ഇത്. എത്ര ഏക്കർ ഉണ്ടാവും ഈ സോളാറിൻ്റെ ഇത് പാനൽസ്? ഇവിടുത്തെ സൈഡിലുണ്ട്, ആ സൈഡിലും സോളാർ പാനലൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ വണ്ടിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചവിട്ടി കേട്ടോ. ഇത് നമ്മളെ എയർപോർട്ട് റൂട്ട് കേട്ടോ. എയർപോർട്ട് റൂട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബൈപ്പാസ് റോഡ് നമ്മൾ കയറിയത്. ഇതിൽ പോയി നല്ല വിഷ്വൽസ് കിട്ടും എന്ന് പ്രതീക്ഷയിൽ അങ്ങോട്ട് പോയി നോക്കുന്നു. വിഷ്വൽസ് ഉണ്ടോ? നിങ്ങൾ പോയി ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നേ? സ്ഥലമുണ്ടോ? കുറച്ച് ഇടുങ്ങിയ വഴികളാണെന്നുള്ളതേ ഉള്ളൂ. സ്പോട്ട് നോക്കിയാൽ ഞങ്ങളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ചവിട്ടിയതാണ്. നല്ലൊരു ലൊക്കേഷൻ കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെ. സൺസെറ്റ് കഴിഞ്ഞു, അതുകൊണ്ടൊരു വിഷമമായിപ്പോയി. ഇതൊക്കെ പഴയ ഒരു സൈക്കിളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാട്ടോ ലൊക്കേഷൻ വരുന്നത്. നല്ല സൺസെറ്റൊക്കെ കഴിഞ്ഞു, എന്നാലും നല്ല സ്കൈ ആണ്. ഓക്കെ, ഒരു ഓട്ടോക്കാരൻ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അതുകൊണ്ട് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും നടക്കാം. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നല്ല സ്പോട്ടാണ് കേട്ടോ. നല്ല കിടിലും ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്? ഇതിൻ്റെ അകത്ത് ഇവനെ എടുത്തിട്ട് കുറച്ച് ചെറിയ ചെറിയ മൈനർ പണികൾ എടുത്തിട്ടുണ്ട്. അത് സുസുക്കിൻ്റെ ഒരു എംബ്ലം ഉണ്ടല്ലോ, അത് ഡാർക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റെഡ് സ്റ്റിക്കർ അടിച്ചു. പിന്നെ മിഖായലിന് പേരെഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോയിട്ട് ചെയ്തത് സൈഡ് മിററിൽ മറ്റേ ബാറ്റ്മാൻ, എന്താണ് അതിൻ്റെ പേര്, ബാറ്റ്മാൻ ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 750 രൂപ വരുന്നത്. അങ്ങനെ 2 സൈഡിൽ സെറ്റ് ചെയ്തു. ബേക്കിൽ വർക്കുകളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ബേക്കിൽ മറ്റേ ലിപ്പ് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഇടുക്കിക്കാരനായതുകൊണ്ടും ഫ്രണ്ട് ലിപ്പും ബാക്ക് ലിപ്പും വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എവിടെയെങ്കിലൊക്കെ ഉരഞ്ഞ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വെച്ചില്ല. കിഡിലും കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടി കേട്ടോ. നോക്കി എന്താ 0.6x ലിറ്ററാണ്. ക്ലിയർ കുറവാണ്, പക്ഷേ കിഡിലും വ്യൂ. അവനവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതേ ഫ്ലൈറ്റ് പോകുന്നു.
നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ഷൂട്ടിങ്ങിന് നിൽക്കുമ്പോൾ കണ്ടോ ഈ വഴീൻ്റെ മേലെ കൂടെ പോകുന്നത്, അടുത്തൂടെ പോകുന്നത്. ശരിക്കും എയർപോർട്ടിൻ്റെ താഴെ നിൽക്കുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഷൂട്ട് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചാടിയതാണ്. എടാ അന്വേഷിച്ച് ഇത് പറഞ്ഞു നിന്നാടാ മുട്ടബജി ചമ്മന്തി എന്ന് പറഞ്ഞു. നമ്മൾ ഈ കുടിക്കുന്ന ചായക്കടേൻ്റെ സൈഡിൽ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഫ്ലാറ്റ് എന്തോ പണിയുന്നതിൻ്റെ തോന്നുന്നു. അങ്ങനെ വൈബ് എൻജോയ് ചെയ്യാൻ റോഡിൻ്റെ സൈഡിൽ വന്നിരുന്ന് ചായ കുടിക്കുന്നത് കൊള്ളാം. ഇത് നമ്മൾ കണ്ട കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലം കേട്ടോ. തേരാപ്പാര അതിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറേ നേരം നടന്നു കേട്ടോ. ചുമ്മാ ഒരു രസം. നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ അല്ല ഓവർ ബ്രിഡ്ജിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ്. ഇത് എയർപോർട്ട് സൈഡിൽ കാണുന്നത്. ഇത് വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. അത് നമുക്കൊരു അഭിമാനമല്ലടാ. ഇത് കൊച്ചി മെട്രോ എന്ന് വരുന്ന ഫീഡർ ബസ് ആട്ടോ. കൊച്ചി മെട്രോയിൽ നിന്ന് ആലുവയിലാണല്ലോ സ്റ്റോപ്പ് ലാസ്റ്റ് വരുന്നത്. അവിടുന്ന് നമുക്ക് എയർപോർട്ട് വരെ ഉണ്ടാവും ഈ ബസ്. ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്ന കാണാൻ വേണ്ടി നിൽക്കുന്ന റോഡാട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ റെയിൽവേ ട്രാക്ക് വരും. ഇത് നമ്മൾ കാറുകൾ പോകുന്ന അവിടുന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പോൾ നിലവിൽ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. ശരിക്കും പോലീസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവന്മാർ പിടിക്കും. ഇവിടെ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ ജിബിനാസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. എയർപോർട്ടിൽ ഫ്ലൈറ്റ് പൊങ്ങുന്നതൊക്കെ കണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അങ്ങനെ ഫുഡ് അടിച്ച് ഞങ്ങൾ തോട്ടുമുഖം പാലത്തിൻ്റെ മേലെ കൂടെ റൂമിലേക്ക് പോവാണ്, വീട്ടിലേക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു വീഡിയോസ് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ.